നമ്മൾ പേഷ്യൻസിനോട് നമ്മൾ പറയും എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ നടുവേദന വരുന്നു, ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു, അപ്പം ഡോക്ടർ കുറച്ച് വേദനയ്ക്കുള്ള മരുന്ന് തരുന്നു, ഉടൻ ഫിസിയോതെറാപ്പി, എക്സസൈസ്. അപ്പം എല്ലാവരും ചോദിക്കുന്നത് ഈ എന്തിനാണ് ഈ എക്സസൈസ്, ഒന്നാമത് വയ്യ, അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് ഈ എക്സസൈസും കൂടെ ചെയ്യുന്നത് എന്താണ്? അപ്പം എന്താണ് ഒരു എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം? ഇപ്പം നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന, ഇങ്ങനെ പല വേദനകൾക്കും നമ്മൾ ശക്തമായിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ അതായത് നമ്മൾ ഒരു മസിലിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ജോയിൻറ്റിനെയും അല്ലെങ്കിൽ ആ എല്ലുകളെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് ഒരു വലിയ വൈറ്റൽ ഫങ്ഷനാണ്. അപ്പോൾ അതിനകത്ത് ലിഗമെൻസും ടെൻഡൻസും എല്ലാം ചേർന്നിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ ഒരു എല്ലുകളെ ബലപ്പെടുത്തി നിർത്തുന്നത്. അപ്പോൾ നടുവേദനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നട്ടലിൻ്റെ ഓരോ കശേരുക്കളും ഇങ്ങനെ ഓരോ പീസായിട്ടാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ നമ്മുടെ ഒരു മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റം, ഇപ്പോൾ ലിഗമെൻസ്, ടെൻഡൻസും ഒക്കെയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ അടുക്കി ഇരിക്കുന്ന കട്ടകളുടെ ബലം എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള പേശികളുടെ ബലമാണ് ആ നട്ടലിൻ്റെ ബലം എന്ന് പറയുന്നത്. നട്ടലിന് ആസച്ച് നേരെ നിൽക്കാനുള്ളൊരു ശേഷിയില്ല, അതിന് മസിലിൻ്റെ സ്ട്രക്ചേഴ്സാണ് ഇങ്ങനെ പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ മസിൽ വീക്കാവും തോറും കാലക്രമേണ ആ ഇരിക്കുന്ന ആ ഘടനയ്ക്ക് വ്യത്യാസം വന്നു തുടങ്ങും. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ എല്ലുകൾ കുറച്ച് അങ്ങോട്ട് നീങ്ങാനോ ഇങ്ങോട്ട് നീങ്ങാനോ ഒക്കെ ഉള്ള സാധ്യതകൾ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ഓരോ കശേരുക്കളുടെ അല്ലെങ്കിൽ ഓരോ എല്ലിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ നട്ടലിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് കുറയും. അങ്ങനെ സ്പേസ് കുറഞ്ഞ് കംപ്രസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഡിസ്ക് പ്രൊലാപ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മസിൽ ബലപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? മസിൽ ബലപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ഈ മസിലിന് എപ്പോഴും ഈ രണ്ട് സൈഡിൽ നിന്ന് ആ ജോയിൻറ്റിനെ വലിച്ചിങ്ങനെ ശക്തമായിട്ട് നിർത്താൻ പറ്റും. അപ്പം എല്ലുകൾ തമ്മിലുള്ള ഉരസലുകൾ ഒരുപാട് കുറയും. മാത്രമല്ല ഒരു ഓക്വേർഡ് പൊസിഷനിൽ കൂടുതൽ പ്രഷർ കൊടുക്കാതെ മസിലിനെ ശക്തമായിട്ട് പിടിച്ചു നിർത്തും. അതാണ് നമ്മളെപ്പോഴും എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. നല്ലൊരു മസ്കുലർ സ്ട്രക്ചറുള്ള ഒരാൾക്ക് ഒരു ഡിസ്ക് പ്രൊലാപ്സോ അല്ലെങ്കിൽ നടുവേദനയോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രൊവൈഡഡ് പോസ്ചറും കൂടെ കറക്റ്റ് ആണെങ്കിൽ സാധ്യത വളരെ വളരെ വിരളമാണ്. അപ്പം എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് നടുവേദന. അടുത്തത് നമ്മൾ നോക്കുന്നത് മുട്ടുവേദനയ്ക്ക് നമ്മൾ എന്തുകൊണ്ട് പറയും? ഇതേ കാര്യം തന്നെയാണ്. അതായത് നമ്മളുടെ മുട്ടിൻ്റെ ഭാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്ന ഈ ക്വാഡ്സെപ്സ് എന്ന് പറയുന്നത് തുടയിലെ മസിലുകളാണ്. അപ്പം ഒരു മനുഷ്യൻ നിൽക്കുമ്പോഴും ഒരു 100 കിലോ ഉള്ള ഒരാളാണെന്ന് വയ്ക്കുക. അദ്ദേഹം നിൽക്കുമ്പോൾ ഏകദേശം ഒരു 300 കിലോ വെയിറ്റോളമാണ് നമ്മളുടെ ഒരു മൂവ്മെൻറ്റിൽ കാലിലേക്ക് വരുന്നത്. അത് നടക്കുകയും ഓടുകയും ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അത് ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയൊക്കെ ആയി മാറും. അപ്പം ഭീകരമായ ഒരു പ്രഷറാണ് നമ്മുടെ കാലിലെ മുട്ടുകൾ താങ്ങുന്നത്. അപ്പം അത്രയും താങ്ങണമെങ്കിൽ നമ്മുടെ മസ്കുലേച്ചർ, അതായത് ആ ക്വാഡ്സെപ്സും ഹാംസ്ട്രിങ്സും തുടങ്ങി ആ മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾക്ക് ബലം വേണം. മുട്ടിലെ മസിലുകൾ ബലം വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു കൗണ്ടർ ട്രാക്ഷൻ ഫോഴ്സ് കൊടുത്ത് ജോയിൻറ്റിനെ ശക്തമായിട്ട് പിടിച്ചു നിർത്തും. അപ്പോൾ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊരു ജോയിൻറ്റ് പരസ്പരം ഒരയാനും തേയ്മാനം വരാനുള്ള സാധ്യത വരും. മറ്റേത് വരുമ്പോൾ ഈ ശക്തമായ മസിൽസ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ജോയിൻറ്റിലേക്ക് വരുന്ന പ്രഷർ ഒരുപാട് കുറയും. ആ പ്രഷർ മൊത്തം മസിൽ അങ്ങ് ഡിവൈഡ് ചെയ്തങ്ങ് എടുക്കും. അപ്പോൾ അത് ജോയിൻറ്റിന് വളരെയധികം ഒരു സമാധാനം കിട്ടുകയും ഹീലിംഗ് കൂട്ടാനും ഒക്കെ വരും. അപ്പോൾ ശക്തമായൊരു മസ്കുലേച്ചർ നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, കഠിനമായ വേദന ഉള്ളപ്പോൾ എക്സസൈസിന് നമ്മൾ ചെയ്യേണ്ട. അതൊന്ന് വേദന ഒന്ന് റിലാക്സ് ചെയ്ത് മരുന്ന് കഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തു, വേദന ഒന്ന് കുറഞ്ഞു വരുന്നു, ഒരു 50% വേദന മാറുമ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. അപ്പം എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്, ആ മസ്കുലർ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു എക്സസൈസ് ചെയ്യാനൊരു ഇഷ്ടം വരട്ടെ എല്ലാവർക്കും. താങ്ക് യു.